പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ അനുസരിക്കുക, ബഹുമതി പ്രാപിക്കുക. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും നിങ്ങളും ഇന്ന് ഈ വചന ശുശ്രൂഷകളിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം എന്നെയും നിങ്ങളെയും ഇതാ പരിശുദ്ധാത്മാവിൽ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ദൈവം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്. എൻ്റെ മക്കളോടുകൂടെ നിന്നെ പാർപ്പിക്കുന്നതിനും സകല ജനതകളുടെതിലും വെച്ച് ഏറ്റവും ഛേദോകരമായ അവകാശം നിനക്ക് നൽകുന്നതിനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു, നീ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്നും നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഓ ഇസ്രായേൽ ഭവനമേ, നീയും അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണടയ്ക്കാം. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതിൻ്റെ ഒരുപാട് മുറിപ്പാടുകൾ ഈ ഹൃദയത്തിലുണ്ടല്ലോ. എൻ്റെ ദൈവത്തിൻ്റെ വചനം വിട്ട് നടന്നു, എൻ്റെ ദൈവത്തിൻ്റെ വഴി വിട്ട് നടന്നു. പലരോട് വെറുപ്പോടെ പെരുമാറി, പലരോട് ഇപ്പോഴും കൈപ്പോടെ ഇരിക്കുന്നു. മനസ്സിൽ ഒരുപാട് വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം. പ്രാർത്ഥന നിലച്ചു, ഉണർവ് നഷ്ടപ്പെട്ടു. ലോകപ്രകാരമുള്ള വാശി, പിടിവാശി, ദുർവാശി, പിണക്കം, വിദ്വേഷം, ഇതെല്ലാം കൊടുമ്പിരിക്കൊണ്ട് ദൈവമേ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ വന്ന് സൗഖ്യം തരണമേ. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലെരിയുന്ന കോപത്തിൻ കനലിൽ സഹജാതനെ കൊന്ന മകനെ, ഹൃദയത്തിലെരിയുന്ന
കോപത്തിൻ കനലിൽ കർത്താവേ, സഹജാതനെ കൊന്ന മകനെ അപ്പാ, കാലിലും കാൽവരി കുന്നിലും ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേ. എന്റെ ദൈവം, കാലിത്തൊഴുത്തിലും കാൽവരി കുന്നിലും ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേ. എൻ സ്നേഹം പിരിയുകയില്ല, എൻ ഛായയിൽ ഞാൻ ദൈവമേ, വാർത്തെടുക്കും പ്രിയ മകനെ നീവിടെ. നിൻമുഖം കാണാൻ, നിൻ സ്വരം കേൾക്കാൻ അതിയായി ആഗ്രഹിപ്പൂ ഞാൻ, അതിയായി ആഗ്രഹിപ്പൂ. കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ പൈതലെ, പ്രിയ മകനെ, നീ ഇന്ന് ഏത് അവസ്ഥയിലാണെങ്കിലും ഇതാ പിതാവായ ദൈവം നിന്നെ തൊട്ട് വിളിക്കുകയാണ്. ഇതാ പിതാവായ ദൈവം ഈ നിമിഷങ്ങളിൽ നിന്റെ അരികിൽ വ്യാപരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് അവിടുത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നാളുകളായി പാപവഴികളിലൂടെ നടന്നതിൻ്റെ വേദനയുണ്ട്. നാളുകളായി അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ ജീവിതത്തിന്റെ ആ വിഷമവും ഭാരവും പേറിയാണ് തിരുവചനങ്ങൾക്ക് വേണ്ടി ഇത് തിരുമുമ്പിൽ ഇരിക്കുന്നത്. ദൈവമേ, പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശ ബാധിച്ച് ആത്മഹത്യ ചിന്തയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് കർത്താവെ. ഓരോ അവസ്ഥകളിൽ ഇരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഒരുപാട് കണ്ണുനീരിലിരിക്കുന്നവർ, ഒരുപാട് ദുഃഖത്തിൽ ഇരിക്കുന്നവർ, വേദന ഇരിക്കുന്നവർ, ഓ പിതാവേ, ഈ നിമിഷങ്ങളിൽ ഓരോ മകന്റെയും ഓരോ മകളുടെയും പ്രത്യേക ദുഃഖപീഠകളിലേക്ക് വ്യാപരിക്കണമേ. ഒത്തിരി കാലങ്ങളായി ദുഃഖത്തിലും പാപത്തിലും വെറുപ്പിലും വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും ജഡിക പാപത്തിലും ഒന്നാം പ്രമാണ ലംഘനത്തിന്റെ പാപങ്ങളിലും സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ മകളിൽ നിന്നും എല്ലാ ദുർപീഠകളെയും ദുർശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി പങ്കുചേരാൻ ദൈവമക്കളെ തടസ്സപ്പെടുന്ന അവിശ്വാസത്തിന്റെയും ദുർചിന്തയുടെയും ദുർബുദ്ധിയുടെയും എതിർപ്പിന്റെയും മല്ലടിക്കുന്നതിനെയും അരൂപികളെയും ശക്തികളെയും സ്വാധീനങ്ങളെയും യേശുക്രിസ്തുവിന്റെ ഉന്നത നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തെ അനുസരിക്കുക, ബഹുമതി പ്രാപിക്കുക എന്നതിനെ കുറിച്ചാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം 20 തിരുലിഖിതം. ഞാൻ ഇന്ന് നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് നീ കേൾക്കുക, നിനക്ക് ശുഭം ഭവിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ദൈവമക്കളുണ്ട്. ഈ ദൈവത്തിൻ്റെ വാക്കൊക്കെ ആർക്കനുസരിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് ജഡപ്രകാരം തന്നിഷ്ടത്തിൽ ജീവിക്കുന്ന വ്യക്തികളും ഈ ലോകത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പ്രിയ ദൈവ പൈതലേ, നീ ഇന്ന് നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന പ്രേരണകളെ വിലമതിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നീ ബഹുമാനത്തിലേക്കും ബഹുമതിയിലേക്കും ഔന്നത്യത്തിലേക്കുള്ള കർത്താവിൻ്റെ ഉയർച്ചയുടെ പാതയിലാണ്. നീ നിന്റെ ജീവിതത്തിൽ നിന്റെ അന്തരംഗത്തിൽ നൽകുന്ന ആത്മാവ്, ദൈവം നിന്റെ അന്തരംഗത്തിൽ നൽകുന്ന ആത്മാവിൻ്റെ പ്രേരണയെ അവഗണിച്ച് സ്വന്തം ജഡപ്രകാരം തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ, നിന്റെ യാത്ര കുപ്പത്തൊട്ടിയിലേക്കാണ് എന്നത് നീ മറക്കണ്ട. നാം ഇന്ന് ദൈവവചനപ്രകാരം ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ പോവുകയാണ്. വിശുദ്ധ ലിഖിതത്തിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായം, അവിടെ ദൈവത്തിൻ്റെ ഓരോ വാക്കുകൾക്കും വില കൊടുത്ത് ദൈവം തൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ പ്രേരണകൾക്ക് വില കൊടുത്ത് ആത്മാവ് എന്ത് പറയുന്നുവോ അതനുസരിക്കാൻ വേണ്ടി ഹൃദയത്തെ സജ്ജമാക്കിയിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏലിയ. ഏലിയ
നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഏലിയായെ പിന്നെ നമ്മിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് എന്താണ്? നമ്മെ പോലെ ചോരയും നീരും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മെ പോലെ ദുഃഖവും വേദനയും സന്തോഷവും എല്ലാ വികാരങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏലിയ. പിന്നെ നമ്മിൽ നിന്നും ഏലിയായി വ്യത്യാസപ്പെടുന്ന ഘടകം എന്താണ്? ഏലിയ ദൈവാത്മാവിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നവനായിരുന്നു. ഏലിയ ദൈവം പറഞ്ഞ വാക്കുകൾക്ക് വില കൊടുക്കുന്നവനായിരുന്നു. ഏലിയായുടെ ജീവിതത്തിൽ വലിയ ബഹുമതിയായി കരുതിയിരുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ഏലിയായോട് ഇടപെടുന്നതും ഏലിയ ദൈവത്തോട് ഇടപെടുന്നതുമായ മനോഹരമായ രംഗം നമുക്ക് കാണാൻ സാധിക്കും. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് അരുവിക്ക് സമീപം ഒളിച്ച് താമസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതാ ഏലിയ തൻ്റെ ശുശ്രൂഷ തീക്ഷ്ണമായി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ ദാസനായി ഇരിക്കുകയാണ്. ഏലിയ കർത്താവിന് വേണ്ടി ഇതാ ജ്വലിക്കുകയാണ്, കർത്താവിന് വേണ്ടി ഓടി നടക്കുകയാണ്, കർത്താവിൻ്റെ വചനങ്ങൾ ജനത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏലിയ ഒരു പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പെട്ടെന്ന് ഏലിയായോട് കർത്താവ് ഒരു ദൂത് കൊടുക്കുകയാണ്. ഏലിയായോട് കർത്താവ് ഒരു കാര്യം പറയാണ്, നീ ഇപ്പോൾ തന്നെ വേഗം കെരീത്ത് താഴ്വരയിലേക്ക് പോവുക, നീ അവിടെ പോയി താമസിക്കുക, നീ അവിടെ പോയി ഒളിച്ചു താമസിക്കണം. നമ്മളാണെങ്കിൽ സ്വാഭാവികമായി ചോദിക്കും, കർത്താവെ ഇവിടെ ഒരു വേല തുടങ്ങി പകുതിയായിട്ടുള്ളൂ, ആ വേല പൂർത്തിയായിട്ട് പോയാൽ പോരെ? നമ്മളാണെങ്കിൽ ചോദിക്കും, അവിടെ ചെന്നാൽ എനിക്ക് അവിടെ വെള്ളവും ഭക്ഷണമൊക്കെ ആര് തരും? ഞാൻ എവിടെ താമസിക്കും? അവിടെ ചെന്നാൽ എൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കുമോ? അങ്ങോട്ടുള്ള വഴി എവിടെയാ? ഞാൻ എങ്ങനെ പോകും? എൻ്റെ കൂടുതൽ ആരെ കൊണ്ടുപോകണം? പല പല ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ചോദ്യങ്ങൾ പലതും പരിശുദ്ധാത്മ പ്രേരിതമല്ല. ഏലിയ ഇവിടെ എന്ത് ചെയ്തു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെരീത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിച്ചു. ഇതാ ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്ന, ദൈവം എന്തു പറഞ്ഞോ അത് ഇടം വലം വ്യതിചലിക്കാതെ അനുസരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു ദൈവ പൈതൽ ജീവിതമാണ് ഇവിടെ കാണുന്നത്. കർത്താവ് പറഞ്ഞു, ഉടൻ തന്നെ ഏലിയ അതനുസരിച്ച് ഏലിയ പുറപ്പെട്ട് ഇതാ ജോർദാന് കിഴക്കുള്ള കെരീത്ത് അരുവിയുടെ താഴ്വരയിൽ പോയി ഇതാ ഏലിയ ഒളിച്ച് താമസിക്കുകയാണ്. എന്തിന് ഒളിച്ച് താമസിക്കണം? എത്ര കാലം താമസിക്കണം? അവിടെ ആരാണ് എനിക്ക് ഭക്ഷണം തരിക? ഇതൊന്നും ഏലിയ ചിന്തിക്കുന്നില്ല. ഏലിയയുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഏലിയയുടെ മനസ്സിൽ ഒരു കാര്യം മാത്രമാണ് കത്തി ജ്വലിച്ച് നിൽക്കുന്നത്, എൻ്റെ കർത്താവിനെ എനിക്ക് അനുസരിക്കണം, എൻ്റെ കർത്താവിൻ്റെ വാക്കുകളെ എനിക്ക് വിലമതിക്കണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കണം, എൻ്റെ കർത്താവിനെ എനിക്ക് സ്നേഹിക്കണം. ഇത് തന്നെ ഏലിയയുടെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഏലിയ ഇടം വലം വ്യതിചലിക്കാതെ ഏലിയ അനുസരിക്കുകയാണ്. തിരിച്ച് ഒരു വാക്കുപോലും ഏലിയ ചോദിക്കുന്നതായി നമ്മളിവിടെ കാണുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കർത്താവിന് അനുസരിക്കുന്ന ഏലിയായിക്ക് വേണ്ടി കർത്താവിൻ്റെ മനസ്സിൽ കരുതലുണ്ട്. രാജാക്കന്മാർ 1-ാം പുസ്തകം 17-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ കരുതലിനെ നമുക്ക് കാണാൻ സാധിക്കും. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം, ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, അവിടെ വെള്ളം കുടിക്കാനുള്ള സ്ഥലം, അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉള്ള ഏർപ്പാടുകൾ, ഇതെല്ലാം ദൈവം നേരത്തെ കൂട്ടി ഓർഡർ കൊടുത്തിരിക്കുകയാണ്. കാക്കകൾക്ക് നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ടെൻഡർ കൊടുത്തിരിക്കുകയാണ്. ഇതാ ഇത്ര ദിവസം എൻ്റെ ദാസൻ, എൻ്റെ പ്രവാചകന് നീ ഇത്ര നേരങ്ങളിൽ ഇത്ര ക്വാണ്ടിറ്റി ഭക്ഷണം കൊടുത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവിടെ നേരത്തെ തന്നെ സൃഷ്ടപ്രപഞ്ചത്തോട് കൽപ്പിച്ചിരിക്കുകയാണ്, കാക്കകളോട് കൽപ്പിച്ചിരിക്കുകയാണ്, അരുവിയോട് അരുവിയോട് പറഞ്ഞു, ഇതാ എൻ്റെ പ്രവാചകൻ വരുന്നുണ്ട്, എൻ്റെ പ്രവാചകനുള്ള വെള്ളം ഇതാ നീ കൊടുത്തിരിക്കണം. പ്രവാചകനുള്ള വെള്ളം ഏർപ്പാടാക്കി, പ്രവാചകനുള്ള ഭക്ഷണം ഏർപ്പാടാക്കി, അത് കൊണ്ടുവന്ന് കൊടുക്കാനുള്ള ആളെ ഏർപ്പാടാക്കി, താമസിക്കാനുള്ള സ്ഥലം ഏർപ്പാടാക്കി. ഇതെല്ലാം ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച്, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന ഒരു കോൺഗ്രിഗേഷനെ കുറിച്ച്, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന രൂപതയെക്കുറിച്ച്, ഒരു ഇടവയെക്കുറിച്ച്, ഒരു സഭയെക്കുറിച്ച് ദൈവത്തിന് കരുതലുണ്ട്.
ദൈവത്തിന് കരുതലുണ്ട്. അവരുടെ ഓരോ പ്രശ്നത്തിൽ, അവരുടെ ഓരോ വേദനയിൽ ദൈവത്തിന് അവരെക്കുറിച്ച് കരുതലുണ്ട്. അവർക്ക് വെള്ളം വേണം, അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് സുരക്ഷിതത്വം വേണം, അവർക്ക് ഓരോ കാര്യങ്ങൾ അത് ദൈവത്തിൻ്റെ കരുതലിൽ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് സംഭവിച്ചത്? ഏലിയ കർത്താവിന് 100% അനുസരിച്ചു. ഏലിയായ്ക്ക് എന്ത് സംഭവിച്ചു? കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവം കൽപ്പിച്ചതുപോലെ ഇടം വലം തെറ്റാതെ, ഒരു വരവണ്ണം തെറ്റാതെ സൃഷ്ടപ്രപഞ്ചം കർത്താവിൻ്റെ പ്രിയ പൈതലിനെ പരിചരിക്കുകയാണ്. കർത്താവിൻ്റെ പ്രിയ പൈതലിനെ പരിചരിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയത്തിൽ ഒരു ജ്വലനം ഉണ്ടാകണം. എൻ്റെ ദൈവം എന്നെ കാത്തു സൂക്ഷിക്കും. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ചിന്തയുണ്ട്. എൻ്റെ ഓരോ കാര്യങ്ങളും, എൻ്റെ പഠനം, എൻ്റെ ജോലി, എൻ്റെ വാഹനം, എൻ്റെ യാത്ര, എൻ്റെ സ്ഥലം, എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എല്ലാ കാര്യത്തെക്കുറിച്ചും ദൈവത്തിന് കരുതലുണ്ട്. ഈ കരുതൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എവിടെയോ ഏതോ മുഹൂർത്തത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വിട്ട് തന്നിഷ്ടപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് കയറി എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2009 ഒക്ടോബർ മാസത്തിൽ ഇരിങ്ങാലക്കുടയിൽ വെച്ചൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ അട്ടപ്പാടിയിൽ നിന്നുള്ള സെഗ്യൂൺ ടീമിനെ നയിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയുണ്ടായി. അവിടെ കൺവെൻഷൻ തുടങ്ങി. ഇതുപോലുള്ള ദൈവത്തിൻ്റെ ദൂതുകൾ അവർ പ്രഘോഷിച്ചു. 3 ദിവസമായിരുന്നു കൺവെൻഷൻ. ആദ്യത്തെ ദിവസം തന്നെ കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു ബിസിനസ്സുകാരൻ ഒരു തീരുമാനം എടുത്തു. ഞാനോ കടബാധ്യതക്കാരനാണ്, എനിക്ക് 7 ലക്ഷത്തിൽ പരം ഉറുപ്പിക കടമുണ്ട്, എൻ്റെ ബിസിനസ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കട പൂട്ടിയിട്ട് ധ്യാനം കൂടാൻ ഒരു സാഹചര്യം ഇല്ല, എങ്കിലും ആദ്യത്തെ ദിവസം ഒന്ന് കൂടിയേക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം ആദ്യത്തെ ദിവസം കൺവെൻഷനിൽ പങ്കുചേർന്നു. ദൈവത്തിൻ്റെ ദൂത് അദ്ദേഹം കേട്ടു. എൻ്റെ ദൈവത്തിന് കരുതലുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മുൻപിൽ നിന്ന് പ്രവർത്തിക്കും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം ലംഘിച്ചതാണ് എൻ്റെ തകർച്ചയ്ക്ക് കാരണം. അദ്ദേഹം ഹൃദയം കൊണ്ട് ദൂത് സ്വീകരിച്ച് അദ്ദേഹം 3 ദിവസവും കട പൂട്ടിയിട്ട് അദ്ദേഹം ദൈവവചനം കേൾക്കാൻ വന്നു. ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും കടന്നു തുറന്നു വെച്ച് ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കടബാധ്യത കൊണ്ട് മൂടി മുന്നോട്ട് വന്ന് നിവൃത്തിയില്ലാത്ത ഒരു ചെറിയ ബിസിനസ്സുകാരൻ അദ്ദേഹം ചെയ്തത്, അദ്ദേഹം 3 ദിവസം കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞതനുസരിച്ച് കട പൂട്ടിയിട്ട് ധ്യാനത്തിൽ കൂടി. അങ്ങനെ ധ്യാനം തീർന്ന് 4-ാം ദിവസം കട തുറക്കാൻ വേണ്ടി അദ്ദേഹം ചെന്നു. 4-ാം ദിവസം കട തുറന്ന് അദ്ദേഹം സാധാരണ പോലെ ബിസിനസ്സിന് വേണ്ടി ഇരുന്നു. 4-ാം ദിവസം അദ്ദേഹം സന്തോഷത്തോടെ സെഗ്യോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് ഫോൺ ചെയ്ത് ഒരു സന്തോഷ വാർത്ത അറിയിച്ചത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, കുറേ തടസ്സങ്ങളോടുകൂടി കടന്നിരുന്ന കുറിയുടെ പണം ഉണ്ടായിരുന്നു, 7 ലക്ഷത്തിൽ പരം ഉറുപ്പിക അങ്ങനെ കിട്ടാൻ കുറച്ച് വർഷങ്ങളായിട്ട് തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. അത് 4-ാം ദിവസം ധ്യാനം കഴിഞ്ഞ് ചെന്നപ്പോൾ അവർക്ക് അറിയിപ്പ് കിട്ടി, നിങ്ങളുടെ പണത്തിൻ്റെ കാര്യങ്ങൾ ശരിയായി, വന്ന് മേടിച്ചോളുക, കുറിയുടെ പണം കൊണ്ടുപോയിക്കൊള്ളുക എന്ന്. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ആ പണം അവർക്ക് റിലീസ് ചെയ്ത് കൊടുത്തു. അവരുടെ കടബാധ്യത വീടി ബിസിനസ് നന്നായി കൊണ്ടുപോകാൻ തക്കവണ്ണം കർത്താവ് ഒരു വാതിൽ തുറന്നു കൊടുത്തു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ചാൽ ആ നടപ്പ് ബഹുമതിയിലേക്കുള്ള നടപ്പാണ്, ബഹുമതിയിലേക്ക് നടപ്പാണ്. ഏലിയ കർത്താവിൻ്റെ വചനത്തെ ഇടം വലം വ്യതിചലിക്കാതെ അനുസരിക്കാൻ വേണ്ടി ഉദ്യമിച്ചു. കർത്താവ് ഏലിയ പോയിടത്തെല്ലാം കർത്താവ് സ്വർഗീയ കരുതലുമായി ഏലിയായ്ക്ക് മുമ്പേ നടന്നു. വീണ്ടും രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം അത് 8-ാമത്തെ വാക്യം. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ സീദോനിലെ സറഫാത്തിൽ പോയി വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതാ കർത്താവ് വീണ്ടും ഏലിയ ഇതാ കെറീത്ത് താഴ്വര ആ അരുവിയുടെ അടുത്ത് ഇങ്ങനെ താമസിച്ച് ഒന്ന് എന്ന് സെറ്റപ്പായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ ഒരു ദിവസം കർത്താവോട് ഇടപെട്ട് കർത്താവ് ഏലിയോട് പറയണം, ഏലിയ, നീ സറേഫാത്തിലേക്ക് പോവുക, നീ സറേഫാത്തിലേക്ക് പോവുക. ഈ സറേഫാത്ത് എവിടെയാ, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ എങ്ങനെയാണ്, അവിടെ എന്താണ് മിനിസ്ട്രി, അവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇതൊന്നും ഏലിയായ്ക്ക് തിരിച്ചറിവില്ല. കർത്താവ് പറഞ്ഞു, ഏലിയ ഉടൻ പുറപ്പെടുകയാണ്. വേണമെങ്കിൽ ചോദിക്കാം, കർത്താവെ, അവിടെ ചെന്നാൽ എവിടെ താമസിക്കും, അവിടെ ചെന്നാൽ എവിടെ ഭക്ഷണം കഴിക്കും, ഏലിയാക്ക് ചോദിക്കാം. ഏലിയ ഒന്നും ചോദിക്കുന്നില്ല. ഇതാ ഏലിയ പുറപ്പെടുകയാണ്. പക്ഷെ കർത്താവ് മുൻകൂട്ടി തന്നെ ഏലിയായ്ക്ക് വേണ്ടി എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട്, എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ദൈവം സറേഫാത്തിൽ പോയി.
ഏലിയ എത്തുന്നതിന് മുമ്പ് തന്നെ ദൈവം സെറേഫാത്തിൽ വ്യാപരിച്ച് ഏലിയായ്ക്ക് വേണ്ടി ഒരു വിധവയെ കണ്ടെത്തി. ഈ ഏലിയായ്ക്ക് ഭക്ഷണം കൊടുക്കാനും ഈ ഏലിയായ്ക്ക് താമസിക്കാനും ഈ ഏലിയായ്ക്ക് അവിടെ കർത്താവ് പറയുന്നിടത്തോളം കാലം വ്യാപരിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ വേണ്ടി ദൈവം മുന്നേ പോയി ഏലിയായ്ക്ക് വേണ്ടി സെറേഫാത്തിൽ ഒരു വിധവയെ കണ്ടെത്തി. വിധവയുടെ ഭവനം ക്രമീകരിച്ച് സാഹചര്യങ്ങൾ ഒരുക്കി എല്ലാം ക്രമീകരിച്ചിട്ട് ഏലിയായോട് പറയുകയാണ്, ഏലിയാ നീ വേഗം സെറേഫാത്തിലേക്ക് പോവുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏലിയ അനുസരിച്ചു. ഏലിയായ്ക്ക് തിരിച്ചൊരു സംസാരമില്ല, ഏലിയായ്ക്ക് തിരിച്ചൊരു ചോദ്യമില്ല. ഏലിയ അനുസരിക്കുകയാണ്. ഇതാണ് ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന പ്രേരണകളെ അനുസരിക്കണം. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഈ ഏലിയയുടെ അതേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന മറ്റു 2 കഥാപാത്രങ്ങളാണ് ആഹാബും ജസബലും. അവർ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിച്ചവരല്ലായിരുന്നു. അവർ ജഡപ്രകാരമുള്ള വാശിയുടെയും മാത്സര്യത്തിൻ്റെയും എതിർപ്പിൻ്റെയും യുദ്ധത്തിൻ്റെയും താൻ പോരിമ ഭാവത്തിൻ്റെയും ഏകാധിപത്യ സ്വഭാവത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും എല്ലാം കൂടാരങ്ങളായി മാറിയ ജീവിതങ്ങളായിരുന്നു ആഹാബിൻ്റെയും ജസബലിൻ്റെയും ജീവിതം. ഈ ഏലിയ ദൈവത്തെ അനുസരിച്ചും ദൈവത്തിന് വിധേയപ്പെട്ടും ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നപ്പോൾ എല്ലാ ഉത്കണ്ഠകളും ദൈവത്തെ ഏൽപ്പിച്ചപ്പോൾ ആഹാബും ജസബലും ലോകപ്രകാരമുള്ള ശക്തിയിൽ ആശ്രയിച്ച് ലോകത്തിന്റെ സ്വഭാവങ്ങൾ കാണിച്ച് തന്നിഷ്ടക്കാരായി ജീവിച്ച് അവരുടെ സ്ഥിതി എന്തായി? ദൈവവചനം പഠിപ്പിക്കുകയാണ്, അവർ യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ട് തകർക്കപ്പെട്ട് അവർ ദാരുണമായി വധിക്കപ്പെട്ടു. അവരുടെ രക്തം ധാരധാരയായി ഒഴുകി, ആ രക്തം നായ്ക്കൾ നക്കി കുടിച്ചു. ആ രക്തം ഒഴുകിയിറങ്ങിയ കുളങ്ങളിൽ വേശികൾ മുങ്ങിക്കുളിച്ചു. അതുപോലെ ദാരുണമായ അന്ത്യമാണ് ജസബലിനും ആഹാബിനും ഉണ്ടായത്. സ്വന്തം ജഡപ്രകാരം ജീവിച്ച് തന്നിഷ്ടക്കാരായി മുന്നേറിക്കൊണ്ടിരുന്നവർ അവർ കുപ്പത്തൊട്ടിയിലേക്ക് നിബന്ധിച്ചു. എന്നാൽ ഏലിയയുടെ സ്ഥിതിയോ? പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ദൈവത്തെ അനുസരിക്കുന്നതിന് തന്നിഷ്ടം ബലി ചെയ്ത ഏലിയയുടെ സ്ഥിതിയെക്കുറിച്ച് ഇതാ ദൈവത്തിന്റെ വചനം പ്രഭാഷകൻ 48:1 രേഖപ്പെടുത്തുകയാണ്. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഏലിയ വാ തുറന്നൊരു കാര്യം പറഞ്ഞാൽ അത് സ്വർഗത്തിലെ അഗ്നിയായി രൂപാന്തരപ്പെടുന്നു. ദൈവം ഏലിയായ്ക്ക് മുമ്പ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകൻ 48-ാം അധ്യായം 11-ാം തിരുലിഖിതം, നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും, അവർ എന്നേക്കും ജീവിക്കും. നോക്കുക, ഇപ്പോൾ ഏലിയായ ഒരു വ്യക്തി കണ്ടാൽ ആ വ്യക്തി അനുഗ്രഹീതനായെന്നും ആ വ്യക്തി എന്നേക്കും ജീവിക്കാൻ തക്കവണ്ണം ദൈവകൃപയുടെ നിറവ് കൊണ്ട് നിറഞ്ഞുവെന്നും തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കി, എത്രയോ ദൈവം ആ ജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്തി. ഏലിയായെ ഒന്ന് കണ്ടാൽ മതി, ഏലിയായെ ഒരു നോക്ക് കണ്ടാൽ മതി, ഏലിയായെ കണ്ടവർ അനുഗ്രഹീതരായി അവർ എന്നേക്കും ജീവിക്കുമെന്ന് തിരുലിഖിതം പ്രഭാഷകൻ 48-ാം അധ്യായം 11-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മതിപ്പാണ് ദൈവം ഇവിടെ രേഖപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട ദൈവം, അതിലെ നിന്റെ മുമ്പിൽ 2 വഴിയിരിപ്പുണ്ട്. ഒന്നുകിൽ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്ന് നിനക്ക് ബഹുമതിയിലേക്ക്, കർത്താവ് ഉയർത്തുന്ന ബഹുമതിയിലേക്ക് ഉയരാം. അതാണ് പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒന്നുകിൽ ഈ വഴിയിൽ നമുക്ക് ജീവിക്കാം, ദൈവത്തിന്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്ന് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം ബലി ചെയ്ത് ദൈവത്തിന് ഇഷ്ടപ്രകാരം നമുക്ക് ജീവിച്ച് ദൈവത്തിന്റെ കരത്തോട് ചേർന്ന് ദൈവത്തോട് പറ്റിച്ചേർന്ന് നമുക്ക് നടക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ബഹുമതിയും ഉയർച്ചയും ഒരുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്, ജഡപ്രകാരമുള്ള വഴി. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 18-ഉം 19-ഉം തിരുലിഖിതങ്ങൾ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ അനുഗ്രഹിക്കുന്നു. അവൻ വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിന്റെ വിഷവേരാണെന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. നീ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് ബഹുമതി പ്രാപിക്കാൻ നീ ഉദ്യമിക്കുന്നു, അതോ
വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ തന്നിഷ്ടത്തിൽ നടന്ന് ആഹാബും ജസബലും മുന്നേറിയതുപോലെ ഈ ലോകത്തിൽ കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ നീ ഒരു പടക്കുതിരയെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്? കരങ്ങളെ ഉയർത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും ഓരോ മകളുടെയും ജീവിതത്തിലേക്ക് ഇപ്പോൾ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഇപ്പോൾ ദൈവിക ശക്തി വ്യാപരിക്കട്ടെ, ഇപ്പോൾ കൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ. തന്നിഷ്ടക്കാരായി താന്തോന്നികളായി ദൈവത്തെ മറന്ന് തന്നിഷ്ടം നടപ്പാക്കി ഈ ലോകത്തിൽ പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ പാപത്തിൽ നിന്ന് പാപത്തിലേക്കും തന്നിഷ്ടത്തിൽ നിന്ന് തന്നിഷ്ടത്തിലേക്ക് പായുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും തന്നിഷ്ടത്തിന്റെ ദുരാത്മാവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായി അവിടുത്തെ കരത്തിൻ്റെ കീഴിൽ നിന്ന് അനുസരിച്ച് ജീവിക്കാൻ അനുസരണത്തിൻ്റെ അഭിഷേകം കർത്താവേ സഭ മുഴുവൻ്റെ മേലും ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും കുടുംബങ്ങളുടെ മേലും സമൂഹങ്ങളുടെ മേലും നൽകണമേ. നഷ്ടപ്പെട്ടു പോയ അനുസരണത്തിൻ്റെ ചൈതന്യം അവിടെ നൽകണമേ. നഷ്ടപ്പെട്ടു പോയ അനുസരണത്തിൻ്റെ ആത്മാവിനെ അവിടുന്ന് തിരികെ നൽകണമേ. നഷ്ടപ്പെട്ടു പോയ അനുസരണത്തിൻ്റെ കൃപ അവിടുന്ന് തിരികെ നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. അനുസരണത്തിൻ്റെ ആത്മാവിനെ ചൊരിയണമേ. സത്യസന്ധയുടെ ആത്മാവിനെ ചൊരിയണമേ. ബഹുമതിയിലേക്കുള്ള പാത തുറക്കണമേ. ഈ ലോകത്തിൽ എളിമപ്പെട്ട് കർത്താവിൻ്റെ കരത്തിൻ്റെ താഴ്മയോടൊന്ന് ജീവിക്കാൻ ഓ യേശുവേ, അങ്ങയുടെ ജീവിതം കണ്ട് അനുസരണത്തിൻ്റെ മാതൃക പഠിക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.